സർ, ഈ ക്ഷേമ പെൻഷനിൽ അനർഹർ കടന്നുകൂടി വലിയ വിവാദവും വാർത്തയുമായ സംഭവമാണ്. അപ്പോൾ പറഞ്ഞത് ഈ അനർഹരായ ആളുകളിൽ നിന്ന് ഈ പൈസ തിരിച്ചു പിടിക്കുക. അതായത് വലിയൊരു ലിസ്റ്റൊക്കെ കണ്ടുപിടിച്ചു. ചില ആളുകൾ BMW കാർ ഉപയോഗിക്കുന്നവരുണ്ട്, ചിലർ വലിയ ഇരുനില മാളിയിൽ താമസിക്കുന്നവരുണ്ട്. എന്തിന് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ പോലും ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു. അപ്പോൾ അവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഇത് നേരത്തെ ചില മുനിസിപ്പാലിറ്റികളും തിരിച്ചറിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൃഷി വകുപ്പിലെ 6 പേർക്കും മൃഗസംരക്ഷണ വകുപ്പിലെ 72 പേർക്കും പൊതുഭരണ വകുപ്പിലെ വേറൊരു 6 പേർക്കും എതിരെ നടപടി എന്ന് പറഞ്ഞാൽ അവർ ചിലരെ സസ്പെൻഡ് ചെയ്തു. അവരിൽ നിന്ന് ഈ അനധികൃതമായി വസൂലാക്കിയ പെൻഷൻ തുക തിരിച്ചു പിടിക്കാൻ 18% പലിശയോ കണ്ട് വെച്ചിട്ട് അത് തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവർക്ക് നടപടി വേണ്ടേ? എതിരെ ക്രിമിനൽ കേസ് അടക്കം പല നടപടി. അവരെ പിന്നെ സർവീസ് വെച്ചോണ്ടിരിക്കാൻ പാടുണ്ടോ? അവർ വിശ്വാസവഞ്ചനയും തട്ടിപ്പും അല്ലേ കാണിച്ചത്, പണാപകരണമാണ്. അപ്പോൾ അങ്ങനെ സീരിയസ് ആയ അലിഗേഷൻസ് ഉണ്ട്. ഗവൺമെൻറ് തുടക്കത്തിൽ പറഞ്ഞത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും, വിജിലൻസ് അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞ് അതേ സംബന്ധിച്ച് പിന്നൊരു നടപടിയില്ല. മാത്രമല്ല ഇപ്പം പിരിച്ചുവിട്ടിരിക്കുന്നത് താഴേക്കിടയിലുള്ള സ്വീപ്പർ തസ്തിക, പിയൂൺ തസ്തിക ഇതിലൊക്കെ ഇരുന്നിട്ട് ഈ നക്കാപ്പിച്ച പൈസ വാങ്ങിയ ആളുകളാണ്. അത് താഴെ തട്ടുള്ള ആളുകൾക്ക് മാത്രം നടപടി. അവർ പാവങ്ങളിൽ പാവങ്ങളായ ജീവനക്കാരല്ലേ. അപ്പോൾ വളരെ പതുക്കെ ഈ ലാസ്റ്റ് ഗ്രേഡിലേക്കൊക്കെ ജോലി കിട്ടി. അതും ഏകദേശം റിട്ടയർ ആകുന്നതിന് അവരുടെ ഏജ് ബാർ വരുന്നതിന് തൊട്ട് മുമ്പൊക്കെ ജോലി കിട്ടി. അത് കഴിഞ്ഞ് കിട്ടിയവരുണ്ട്. ലിസ്റ്റ് നേരത്തെ ആയതുകൊണ്ട് അങ്ങനെ കയറിയ ആളുകളുടെ പേരിൽ മാത്രമേ ഈ പൈസ തിരിച്ചു പിടിക്കുന്ന നടപടി പോലും വരുന്നുള്ളൂ. അത് CBIയുടെ വകുപ്പുകളിലാണ് നോക്കണം. കൃഷി വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്. അപ്പോൾ ഇത്തരം വകുപ്പുകളിൽ മാത്രമേ ഇത്രയെങ്കിലും ഒരു നടപടി തുടങ്ങിയെങ്കിലും വെച്ചുള്ളൂ. പക്ഷേ ഈ പെൻഷൻ തട്ടിപ്പ് പുതിയ കാര്യമല്ല. C&AG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ 3 കൊല്ലം മുമ്പ് ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, അത് പ്രത്യേകിച്ചും കോട്ടയ്ക്കൽ, മലപ്പുറം നഗരസഭകൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ധാരാളം ഉദ്യോഗസ്ഥന്മാർ ഈ പെൻഷൻ അനധികൃതമായി തട്ടിയെടുക്കുന്നുണ്ട്. പെൻഷൻ കൊടുക്കുന്നവർക്ക് അവശരായ പ്രായമായ ആളുകൾക്കാണ്. അങ്ങനെയുള്ള ആളുകളുടെ പെൻഷൻ എങ്ങനെ ഈ ഉദ്യോഗസ്ഥന്മാർ തട്ടിയെടുക്കും? ഉദ്യോഗസ്ഥന്മാർ 56 വയസ്സാകുമ്പം റിട്ടയർ ചെയ്യത്തില്ലേ? 60 വയസ്സ് കഴിഞ്ഞവർക്ക് കൊടുക്കുന്ന പെൻഷനാണ് ഈ തട്ടിയെടുത്തത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് മാനിപ്പുലേഷൻസ് നടന്നിട്ടുണ്ട്. കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. അപ്പോൾ അതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഇവർക്ക് വേണ്ടി പെൻഷന് വേണ്ടി ശുപാർശ ചെയ്ത ആളുകളുണ്ട്, ജനപ്രതിനിധികളാണ്. അതിന് കൂട്ടുനിന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥരുണ്ട്. ഇങ്ങനെ നടപടി എവിടം വരെ എത്തണം? വിജിലൻസ് അന്വേഷണം വരികയാണെങ്കിൽ മൂളത്തട്ട് മുതൽ താഴെ അറ്റം വരെ ഉണ്ട്. ഇതിൽ ജനപ്രതിനിധി എന്ന് പറയുന്ന ആളിനെ ശിക്ഷിക്കാനെന്ന് വെച്ചാൽ ചിലപ്പോൾ ഗവൺമെൻറ്റിന് പരിമിതികളുണ്ടാകും. പക്ഷേ വിജിലൻസ് അന്വേഷണത്തിൽ അയാളുടെ പേര് കേസെടുക്കാമല്ലോ. ക്രൈംബ്രാഞ്ച് എടുക്കുകയാണെങ്കിൽ കേസ് വരുമല്ലോ. പിന്നെ ഉദ്യോഗസ്ഥൻ ചെയ്ത കുറ്റത്തിന് ഇത് പോരല്ലോ. അവനെ പിന്നെ ഉദ്യോഗസ്ഥനായിട്ട് അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലല്ലോ. അത് അയാൾ PS നമ്മുടെ സർവീസ് റൂൾ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു ഗവൺമെൻറ് സർവൻ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതും പെരുമാറേണ്ടതും എന്നതിന് നിയതമായ ഒരു വ്യവസ്ഥയുണ്ട്. ഇത് പണാപകരണമാണ്. പാവങ്ങൾക്കായി ഗവൺമെൻറ് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ കള്ള രേഖകൾ ഹാജരാക്കി തട്ടിയെടുത്തു തുടർച്ചയായിട്ട്. ഒരബദ്ധം സംഭവിച്ചതല്ല. ഇവർക്കൊക്കെ ഗവൺമെൻറ് മാപ്പ് കൊടുക്കുന്നത് പോലെ ഈ വിഷയത്തിൽ നിന്ന് ഓടുകയാണ്. ഗവൺമെൻറ് ഇതുവരെ ഇത് സംബന്ധിച്ച് അവതരിപ്പിച്ചിരിക്കുന്ന കണക്കൊക്കെ വ്യാജവും ഇതിൻ്റെ ഈ കള്ളത്തരത്തിൻ്റെ ഒരു 10-1 പോലും ഗവൺമെൻറ് പറഞ്ഞില്ല. തീർച്ചയായിട്ടും ഇത് ധനമന്ത്രി ബാലഗോപാലാണ് പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത് 1400 പേര് എങ്ങാണ്ട് ഉണ്ടാകും എന്നാണ്. ഗവൺമെൻറ് ആ 1400 പേരുടെ 2.5 കോടി രൂപയുടെ ഒരു തട്ടിപ്പായിട്ടാണ് ഇപ്പോഴും വെച്ചിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ലിസ്റ്റിനെ ഒന്ന് C&AG നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇത് 10,000 കോടി രൂപയുടെ തട്ടിപ്പാണ്. 10,000 കോടി രൂപയുടെ തട്ടിപ്പാണ്. എത്രയോ പേരാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ കൃത്യം കണക്കുണ്ട് C&AG പറഞ്ഞതിനെ പറ്റിയൊന്നും ഇവർ മിണ്ടുന്നേ ഇല്ല. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ സിനുജി പറഞ്ഞതുപോലെ ഈ BMW കാർ ഉപയോഗിക്കുന്നവർ, കോളേജ് പ്രൊഫസർമാർ,
2 ഗവൺമെൻറ് കോളേജിലെ പ്രൊഫസർമാരുടെ പേര് ഇതിനകത്ത് ബാലഗോപാൽ list പറഞ്ഞപ്പോഴേ പുറത്തു വന്നു. ആ. അത് ചിറ്റൂരും തിരുവനന്തപുരത്തും ഉള്ള ഗവൺമെൻറ് കോളേജുകളിലെ പ്രൊഫസർമാരാണെന്ന് സ്പെസിഫൈ ചെയ്ത്. അപ്പൊ എത്ര രൂപ ശമ്പളം മേടിക്കുന്നവരാണല്ലേ? അവർക്കൊക്കെ ഈ നക്കാപ്പിച്ച 1600 രൂപ എന്തിനാണ് മാസം? അതെ. അപ്പൊ നമ്മളായാലും സർക്കാരിന്റെ പൈസ എങ്കിൽ പോരട്ടെ എന്നുള്ളതായിരിക്കും അല്ലേ? അല്ല, നമ്മൾ ഇതിനെപ്പറ്റി ആദ്യം ആലോചിച്ചത് ഇത്ര ഈ എരപ്പാളികളാണ് സർക്കാർ ജീവനക്കാരെന്നാണ്. ഇത് സത്യത്തിൽ അത് അങ്ങനെയല്ല. ഇതെന്ന് പറയുന്നത് സംഘടിതമായ പൊതുഖജനാവ് കൊള്ളയടിക്കുവാനുള്ള ഒരു പ്രവർത്തനമായിരുന്നു. സംഘടിതമായി. ഇത് ആർക്ക് വേണ്ടി? അത് പാർട്ടി ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു കണ്ണിവൻസോടുകൂടി നടന്ന ഒരു കൊള്ളയാണ്. ഈ ഫണ്ട് തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നില്ല ഇതിൽ ഈ 3/4 ആളുകളും അത് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയതല്ല. ഇത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഫണ്ടായിട്ട് അവർ ഇതിൻ്റെ പേരും പറഞ്ഞ് അവരെ ഇടയ്ക്ക് നിന്ന് തട്ടി കൊടുത്തതാകാനാണ് സാധ്യത. അതായത് ഇവരൊരു മീഡിയേറ്റർ നിൽക്കുന്നു അല്ലെ? ഇവർ ഇതിലൂടെ പോയി മറ്റേടത്തേക്ക് ചെന്ന് ഇവരുടെ പേരിലൂടെ ഇത് അപഹരിച്ചെടുത്താണ് പൊതുഖജനാവിലെ പണം. പാവങ്ങളുടെ പേരിൽ പൊതുഖജനാവിലെ പണം അപഹരിച്ച ഒരു സംഘടിത പ്രവർത്തനമാണ്. അതാണ് ഇതിലെ നടപടികൾ വൈകുന്നതിൻ്റെ മുഖ്യ കാരണം. സാർ, ഇപ്പം മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ ഈ CPM ആണ് ഇതിനകത്ത് നിർണായക റോൾ എടുത്തത്. ഇപ്പോൾ അവരോരോ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് വേണ്ടി ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു ഈ രീതിയിൽ നിങ്ങൾക്ക് ഞങ്ങൾ സഹായം നേടിച്ച് തന്നു, അതുകൊണ്ട് ഈ രാഷ്ട്രീയപരമായി ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഒരു വോട്ട് ബാങ്ക് ആയിട്ട് അത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഉന്നത പ്രൊഫസർമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന ചെറിയ പൈസ വേണ്ടായിരിക്കും. പക്ഷേ അവർ ഈ പണം മേടിച്ചിട്ട് ഈ പറയുന്ന പാർട്ടിയുടെ ലോക്കൽ പ്രാദേശിക ഘടകങ്ങളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കായിരിക്കില്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ വരാനുള്ളത്. അത് എങ്ങനെ എത്തിച്ചു എന്നുള്ളതല്ല, ഇത് പാർട്ടി ഫണ്ടായി പോകാനാണ് കൂടുതൽ സാധ്യത. കാരണം പാർട്ടിയുടെ ലോയൽ എംപ്ലോയീസ്, ഗവൺമെൻറ് സർവീസിലുള്ള പാർട്ടിയുടെ ആളുകൾ, അവരുടെ പേരിലായിരിക്കും ഈ തട്ടിപ്പെല്ലാം നടന്നിട്ടുള്ളത്. കാരണം നമ്മൾ പേരുകളൊന്നും ഇതുവരെയും കണ്ടില്ലല്ലോ. കാരണം അതുകൊണ്ടാണ് അവരെ ശിക്ഷിക്കാൻ ഗവൺമെൻറ്റിന് മടിയുണ്ടാവും. ഇവരുടെ പേരിൽ ഈ പെൻഷൻ തുക അപഹരിച്ചെടുത്ത് പാർട്ടിക്ക് അവർ സംഭാവന എന്നോ പേരിലോ വേറെ ഏതെങ്കിലും പേരിലോ കൊടുത്തതായിരിക്കും. ഇല്ലെങ്കിൽ ഇത്രയും ചെറിയ തുക കേരളത്തിൽ 62 ലക്ഷം പെൻഷൻ, ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുണ്ട്. അത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാർഷിക ചെലവ് 11,000 കോടി രൂപയാണ് ഒരു വർഷം പെൻഷൻ കൊടുക്കുന്നത്. ഇതിൽ ഈ ഉദ്യോഗസ്ഥന്മാരിലൂടെ ഒരു വലിയ എമൗണ്ടാണ് തട്ടിയിരിക്കുന്നത്. CNDG മാത്രം കണ്ടുപിടിച്ചത് 9,201 പേരുടെ തട്ടിപ്പാണ്. അവർ ഇതുവരെ തട്ടിയെടുത്തത് തന്നെ 40 കോടി രൂപ വരും. വലിയ തട്ടിപ്പാണ്. 40 കോടി രൂപയുടെ തട്ടിപ്പ് പിന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അദ്ദേഹം കണ്ടുപിടിക്കാത്തത് ഇനിയും ഉണ്ട്. ഓഡിറ്റേഴ്സ് കണ്ടുപിടിക്കാത്തത് ഇനിയും ഉണ്ടാവും. അതാദ്യം കണ്ടെത്തിയത് പിന്നെ മലപ്പുറം ജില്ലയിൽ, പിന്നെ മലപ്പുറത്തും കോട്ടയ്ക്കലും തദ്ദേശ സ്ഥാപനങ്ങളിലാണ്. അവിടെ നിന്നാണ് കൂടുതൽ സർട്ടിഫിക്കറ്റ് പോയേക്കുന്നത്. അപ്പോൾ അവിടെ കണ്ടെങ്കിൽ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? അന്നേ നടപടിയെടുത്ത് ഇത് തടയാമായിരുന്നു. അതേസമയത്ത് അത് തടയാതെ പിന്നെയും ആരുടെയൊക്കെ പേരിലുള്ള പെൻഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ശിക്ഷിക്കപ്പെട്ട ആളുകളിൽ ചിലർ ഈ ജോലി കിട്ടുന്നതിന് മുമ്പേ പെൻഷൻ ആനുകൂല്യം പറ്റിയവരാണെന്നും അവരത് ജോലി കിട്ടിയ ശേഷവും അത് തുടർന്ന് വാങ്ങിയതാണെന്നും ഗവൺമെൻറ് വിശദീകരിച്ചിട്ടുണ്ട്. ഏജ് ഓവറായിട്ട് കിട്ടിയ ആൾക്കാർ അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും. അത് വളരെ നിസ്സാരമായ ഒരു നമ്പരായിരിക്കും അത്. അതെ. പക്ഷെ അവരുടെ പേരിൽ മൊത്തം കൂടെ വെച്ച് അവരുടെ തോളെ വെച്ച് അങ്ങനെയുള്ള 4-5 ഉദാഹരണം എടുത്ത് കാണിച്ച് അങ്ങനെയുള്ള പാവങ്ങളാണ് ഈ പൈസ വാങ്ങിയതെന്ന് വരുത്താനാണ്. പക്ഷേ സത്യത്തിൽ ഈ മിണ്ടാതിരിക്കുന്ന പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ബംഗ്ലാവും BMW കാറും ഒക്കെ ഉപയോഗിക്കുന്നവർ 1,600 രൂപയുടെ ഇപ്പോഴും മുടങ്ങിക്കിടക്കുന്ന ഈ പെൻഷൻ വാങ്ങിയെടുത്തു എങ്കിൽ ആ തുക സംഘടിതമായി അതെല്ലാം കൂടെ സ്വരൂപിച്ച് എവിടേക്കോ പോയിരിക്കുന്നു. എവിടേക്കോ എന്ന് ചോദിച്ചാൽ അത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് സംഭാവനയായി പോയിരിക്കുന്നു. ഇവർ ആ പാർട്ടിയുടെ ലോയൽ പ്രവർത്തകരാണ്. ഇവരുടെ പേരിൽ പെൻഷൻ തട്ടിച്ചെടുത്തത് പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഈ നടപടി വരാത്തത്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ CPMൻ്റെ പാർട്ടി ഫണ്ടെന്ന് പറഞ്ഞാൽ ട്രഷറിയിലെ പണമാണെന്ന് പറയാം. തീർച്ചയായിട്ടും. ഇത് മാത്രമല്ല, ഇപ്പോൾ പല കോൺട്രാക്റ്റ് വർക്കിലും പല ഏജൻസികൾക്ക് കൊടുക്കുന്ന പല ഗവൺമെൻറ് ഫണ്ടിലും ഒരു സിംഹഭാഗം കമ്മീഷനായിട്ടും അല്ലാതെയൊക്കെ പോകുന്നുണ്ടല്ലോ. എല്ലാ കോൺട്രാക്റ്റ് വർക്കിലും കമ്മീഷനുണ്ട്. എല്ലാ നിർമ്മാണ പ്രവൃത്തിയുടെ പിന്നിലെ ഈ അഴിമതി എന്ന് പറയുന്ന കമ്മീഷനാണ്. എല്ലാ പർച്ചേസിങ്ങിലും കമ്മീഷനുണ്ട്. അത് UDF ഭരിച്ചാലും LDF ഭരിച്ചാലും കഴിഞ്ഞ കാലത്ത്
ഒരു സ്റ്റൈലായിരുന്നു, ഭരണ ശൈലിയായിരുന്നു കമ്മീഷൻ. അപ്പോൾ ഈ കമ്മീഷൻ വ്യവസ്ഥയിൽ ഒരു സംഘഭാവവും CPM-നെ പോലുള്ള ഒരു പാർട്ടി വരുമ്പോൾ അത് ഇൻഡിവിജ്വൽ കമ്മീഷന് ഉപരി പാർട്ടി ഫണ്ടായിട്ട് തീരും. പാർട്ടി ഫണ്ടായി തീരും. പ്രത്യേകിച്ചും 2016 നോട്ട് ബാനിന് ശേഷം ഈ സംഭാവനയൊക്കെ പിരിക്കുന്നതിനും ഫണ്ട് സ്വരൂപിക്കുന്നതിനും ഒക്കെ നിയന്ത്രണങ്ങളും കണക്കുകളും വന്നു. അപ്പോൾ പാർട്ടി ഫണ്ട് ഇതുപോലെ ഗവൺമെൻറ് മണി രഹസ്യമാർഗങ്ങളിലൂടെ തട്ടിയെടുക്കുവാനുള്ള പല കുറുക്കോഴികളുമുണ്ട്. അതവർ ഉപയോഗിക്കുന്നു, കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു CPM അല്ലേ? കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു. അത് ഈ കമ്മീഷൻ തുകയിൽ ഒരു വലിയ എമൗണ്ട് പാർട്ടി ഫണ്ടായിട്ട് പോകും. അതാണ് അപ്പോൾ പാർട്ടി ബന്ധുക്കൾ വഴി ഈ ഡീല് നടത്തിയാൽ ഇത് പാർട്ടിക്കുള്ളത് അവിടെ ചെന്ന് ചേരും. ശരി. പക്ഷേ ഇപ്പോൾ 10,000 കോടി രൂപയുടെ തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഒരു വളരെ 200 കോടി എന്നുള്ള രീതിയിലൊക്കെ വളരെ ചുരുക്കുന്നതിലൂടെ ശരിക്കും സർക്കാർ അപഹാസ്യരാകുകയല്ലേ ജനങ്ങളുടെ മുമ്പിൽ? അല്ല, ഇതിപ്പോൾ പുറത്തു വന്നപ്പോൾ ഇത് പിന്നെ നമുക്കൊരു സംശയം, എന്തുകൊണ്ട് ബാലഗോപാൽ ഇത് പുറത്തു പറയേണ്ടി വന്നു? ഇതൊരു ബാലഗോപാലിനപ്പം മിണ്ടായിരുന്നൂടെ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ അത് ഗത്യന്തരമില്ലാതെ അടിച്ചതാണ്. കാരണം ഇതെങ്ങനെങ്കിലും ഇത് മാധ്യമങ്ങൾ വഴി പുറത്തു വന്നാൽ ഗവൺമെൻറ് ഉണ്ടാകാവുന്ന ഒരു വലിയ ഡാമേജിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ തന്നെയാണല്ലോ ഇത് പുറത്ത് പറഞ്ഞത്. അതാണ്. എന്നിട്ട് അതിൻ്റെ ഒരു ഈ ഐസ്ബർഗിൻ്റെ ഒരു അറ്റം ഒന്ന് കാണിച്ചതാണ്. സത്യത്തിൽ ഇതൊരു ഭീകരമായ അഴിമതിയാണ്. അതുകൊണ്ടാണ് ഈ അന്വേഷിക്കാത്തത്. അന്വേഷിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും കൃത്യമായ അന്വേഷണം വരണമെങ്കിൽ ഗവൺമെൻറ്റിന് ഉപരിയായ ഒരു ഏജൻസി അന്വേഷിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.